നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന സ്വകാര്യ വാഹനത്തിന്റെ ടയർ ഊരിത്തെറിച്ചു. വിദ്യാർത്ഥികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തിരുനാവായ എടക്കുളം സലഫി മസ്ജിദിന് സമീപമാണ് അപകടമുണ്ടായത്. വിദ്യാർത്ഥികളുമായി MEA സെൻട്രൽ സ്കൂളിലേക്ക് പോവുകയായിരുന്ന ഒമ്നി വാനാണ് അപകടത്തിൽപ്പെട്ടത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ആമ്പല്ലൂർ സ്വദേശിയായ പെട്രോൾ പമ്പ് ജീവനക്കാരിൽ നിന്ന് 15.5 ലക്ഷം രൂപ തട്ടിയെടുത്തയാളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം വണ്ടൂർ സ്വദേശി പന്തലുംകുന്നേൽ വീട്ടിൽ നിയാസാണ് അറസ്റ്റിലായത്. മഞ്ഞപ്പിത്തം വ്യാപകമായ പുളിക്കൽ അരൂർ മേഖലയിൽ ആരോഗ്യവകുപ്പും ഗ്രാമപഞ്ചായത്തും ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ജലാശയങ്ങൾ ശുചിത്വം ഉറപ്പുവരുത്താനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും രോഗം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരുന്നത് തടയാനുമുള്ള പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത്. വിദ്യാർത്ഥിയുടെ നിപ്പ മരണത്തെ തുടർന്നുള്ള ഭയാശങ്ക അകലുന്നു. അപകടകാരിയായ നിപ്പ വൈറസ് പടർന്നു പിടിച്ചിട്ടില്ലെന്നത് ജില്ലയ്ക്ക് ആശ്വാസം പകരുന്നതാണ്. കൂടുതൽ സ്രവ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായതും ഹൈറിസ്ക് വിഭാഗത്തിലുള്ളവരെല്ലാം സുരക്ഷിതരായതും ആരോഗ്യവകുപ്പിന്റെ ആത്മവിശ്വാസം കൂട്ടുന്നു. കനോലി ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ വിനോദ സവാരിക്കായി കൊണ്ടുവന്ന കുതിര മിനി വാൻ ഇടിച്ച് ചത്തു. KNG പാതയിൽ ബീവറേജസ് ചില്ലറ വിൽപ്പന കേന്ദ്രത്തിന് മുൻപിൽ വെച്ചാണ് അപകടമുണ്ടായത്. നാടെങ്ങും പകർച്ചവ്യാധികൾ പടരുമ്പോഴും കടലുണ്ടിക്കടവ് അഴിമുഖത്തെ മാലിന്യ കൂമ്പാരം കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ. മലപ്പുറം കോഴിക്കോട് ജില്ല അതിർത്തിയിലെ കടലുണ്ടിക്കടവ് പാലത്തിന്റെ തൂണിനോട് ചേർന്ന് രൂപം കൊണ്ട മണൽത്തിട്ടയിലാണ് വൻതോതിൽ മാലിന്യം അടിഞ്ഞത്. മഴ പെയ്തതോടെ തകർന്നടിഞ്ഞ പൊന്നാനി ദേശീയപാതയുടെ പുനർനിർമ്മാണം വൈകിയതിനെ തുടർന്ന് P. നന്ദകുമാർ MLA വിളിച്ചു ചേർത്ത യോഗത്തിലും ഉദ്യോഗസ്ഥർ തമ്മിൽ പരസ്പരം പഴിചാരിയപ്പോൾ പ്രവൃത്തി പൂർത്തീകരണത്തിന് അന്ത്യശാസനം നൽകി MLA. ഓഗസ്റ്റ് 31-ന് വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ദേശീയപാതാ വിഭാഗത്തിന് കൈമാറാൻ യോഗത്തിൽ തീരുമാനിച്ചു. BP അങ്ങാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം 3 മാസത്തിനകം. അതുവരെ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം ഷിഫ്റ്റ് സംവിധാനത്തിൽ പ്രവർത്തിക്കും. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.